മാരി സെൽവരാജ്. മാരി സെൽവരാജിൻ്റെ ലാസ്റ്റ് ഇറങ്ങിയ മാമണ്ണൻ എനിക്ക് അത്ര വർക്കായ പടമല്ല. എനിക്ക് ഭയങ്കര ഫോഴ്സ്ഫുള്ളിയായിട്ട് ഓരോന്നും കയറ്റി വെച്ചിരിക്കും പോലെ എനിക്ക് തോന്നി. പക്ഷെ അതിനു മുമ്പ് ഇറങ്ങിയ കർണനാണെങ്കിലും പരിയേറും പെരുമാളാണെങ്കിലും അത് മാസ്റ്റർ പീസാണ് കേട്ടോ. ആ പരിയേറും പെരുമാളിനോട് ചേർത്ത് വയ്ക്കാവുന്ന ഒരു സിനിമയായിട്ടാണ് വാഴൈ എനിക്ക് തോന്നിയത്. സിനിമ 2 പിള്ളേരെ ഫോക്കസ് ചെയ്താണ് തുടങ്ങിയിരിക്കുന്നത്. 2 പിള്ളേരിൽ പ്രധാന കഥാപാത്രം പൊന്മേൽ എന്നുള്ളൊരു പയ്യനാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. രണ്ടാമത്തെ എൻ്റെ സുഹൃത്തായിട്ടുള്ള കഥാപാത്രത്തിനെ ചെയ്തിരിക്കുന്നത് രകുൽ എന്നുള്ള പയ്യനാണ്. ഈ പയ്യൻ നമ്മുടെ രായനിൽ ധനുഷിൻ്റെ കുട്ടിക്കാലം കാണിച്ചില്ല, ആ പയ്യനാണ് കേട്ടോ. അതിനേക്കാളും കുറച്ചുകൂടി ചെറുതാണെന്ന് തോന്നുന്നു ഇതിൽ. യോമാർ 2 പൊളിച്ചടിക്കട. ആ മെയിനായിട്ട് വന്ന ആ ചെറുക്കന് അടുത്ത നാഷണൽ അവാർഡ് ഡിസേർവിങ് ആണ്. അതുപോലെ മറ്റവൻ അവൻ ഒരുപാട് ചിരിപ്പിച്ചിട്ടുണ്ട്. പക്ഷെ നാച്ചുറലായിട്ട് ഓർഗാനിക്കായിട്ട് അവൻ പെർഫോം ചെയ്യുമ്പോൾ നമുക്ക് ചിരി വന്നു പോകണം. അവൻ കിടുവാണ് കേട്ടോ. 90കളിൽ നടക്കുന്ന കഥയാണ്. ആ സമയത്ത് പാവപ്പെട്ടവർക്കിടയിലുള്ള ദാരിദ്ര്യം, പട്ടിണി, ചൂഷണം, ഇതൊക്കെയാണ് സിനിമയുടെ തുടക്കത്തിൽ ഡിസ്ക്രൈബ് ചെയ്യുന്നത്. പാരലലി സ്കൂളിൽ ഒരു ടീച്ചറടുത്ത് തോന്നുന്ന ഒരു പയ്യന്മാർക്ക് തോന്നുന്ന ഫാൻറ്റസി. ആ ടീച്ചറിൻ്റെ വേഷം ചെയ്തിരിക്കുന്നത് നിഖില വിമലാണ്. അത് നല്ല രസമായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഈ പൊന്മേലിൻ്റെ സഹോദരിയായിട്ട് വരുന്നത് ദിവ്യയാണ്, വേമ്പെന്നുള്ള കഥാപാത്രം. പിന്നെ കലയരസമുണ്ട്. പിന്നെ അതല്ല, ഈ സിനിമയിൽ ഈ മാരി സെൽവരാജിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരു പടത്തിൽ വന്ന ആൾക്കാരുടെ ഒരു മൊത്തത്തിൽ മാറ്റി പുതിയ ക്രൂവിനെ ഇവർ ഇറക്കും. പക്ഷേ ഇവരെല്ലാവരും ഭയങ്കര പ്രൊഫഷണലായിട്ട് അഭിനയിക്കും പോലെ തോന്നും. ഒരുപാട് പേര് ഈ സിനിമയിലുണ്ട്. ജൂനിയർ ആർട്ടിസ്റ്റായിട്ട് വന്നവരൊക്കെ നല്ല കിടിലം പെർഫോമൻസ് ആയിരുന്നു. അവിടുത്തെ പട്ടിണി, നിലനിൽപ്പ്, പിന്നെ പുള്ളിയുടെ രാഷ്ട്രീയം, ഇങ്ങനത്തെ പരിപാടിയൊക്കെ ഒരു സൈഡിൽ ഉണ്ടെങ്കിൽ പോലും എനിക്ക് കൂടുതലായിട്ട് ഫസ്റ്റ് ഹാഫിൽ ഹൈലൈറ്റ് ചെയ്തത് ഇവന്മാരെ കുസൃതികളും ഇവന്മാരെ ഫാൻറ്റസികളും ഇവന്മാരെ കോമഡികളൊക്കെ തന്നെയാണ്. ഭയങ്കര രസമായിട്ട് അങ്ങനെ ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞ് സെക്കൻഡ് ഹാഫ് തുടങ്ങി ചെറുതായിട്ട് പടം ഒന്ന് വലിയാൻ തുടങ്ങി. അതായത് കഥ മുന്നോട്ട് നീങ്ങാത്ത പോലെ എന്തിനോ വേണ്ടിയിട്ട് ഇങ്ങനെ പതുക്കെ പോണ പോലെ തോന്നി. അത് വേറൊരു സാധനം പിന്നീട് വരാനുണ്ടായിരുന്നു. അതിന് വേണ്ടിയിട്ടുള്ള ഒരു ശാന്തത മാത്രമായിരുന്നു ഇത്. ഇവിടെ തന്നെ ഈ പറഞ്ഞില്ലേ ഞാൻ, അപ്പോൾ നമുക്ക് ഈ സമയത്തൊക്കെ കഥാപാത്രങ്ങളടുത്തൊരു പ്രത്യേക തരത്തിലുള്ള ഇഷ്ടം നമുക്ക് തോന്നും. നമുക്കൊരു പെറ്റുകളടുത്ത് തോന്നുന്ന ഒരു വാത്സല്യ സ്നേഹമൊക്കെ ഇല്ല, അങ്ങനെ തോന്നിപ്പോകും. അത്ര ബ്യൂട്ടിഫുള്ളായിട്ടാണ് പടം എടുത്തിരിക്കുന്നത്. അതിൽ തന്നെ തേനി ഈശ്വറിൻ്റെ സിനിമാറ്റോഗ്രാഫി ഈ ഇടയ്ക്ക് ഞാൻ കണ്ട സിനിമകളിലെ ഏറ്റവും ബെസ്റ്റ് ഒരെണ്ണമാണ് ചെയ്തിരിക്കുന്നത്, അസാധ്യം. അതുപോലെ സന്തോഷ് നാരായണൻ്റെ BGM ആണെങ്കിലും പാട്ടുകളാണെങ്കിലും സിനിമയുടെ ഈ ഒരു കളർ ടോൺ ആണെങ്കിലും കാലഘട്ടം പിടിച്ചിരിക്കുന്നതാണെങ്കിലും സൗണ്ട് മിക്സിങ് ആണെങ്കിലും സൗണ്ട് ഡിസൈനിങ് ആണെങ്കിലും എല്ലാം പൊളിയായിട്ട് വർക്കായിട്ടുണ്ട്. ടെക്നിക്കലി ഒരു രക്ഷയില്ല പടം. അങ്ങനെ പോയി കിടിലം കുറേ ഡയലോഗ്സും കുറേ സീനുകളൊക്കെ ഇങ്ങനെ പോയി. ഈ ഞാൻ പറഞ്ഞില്ല, ഇടയ്ക്കൊന്ന് സ്ലോ ആവുന്നുണ്ടെങ്കിലും നമുക്ക് ഈ കഥാപാത്രങ്ങളടുത്തൊരു ഇഷ്ടം തോന്നുന്നത് കൊണ്ട് നമുക്ക് അവിടെ നിന്നൊരു മടുപ്പൊന്നും തോന്നുന്നില്ല. നമുക്കിങ്ങനെ കണ്ടിരിക്കാൻ രസമുണ്ട്. അങ്ങനെ പോയിട്ട് പിന്നെ അങ്ങോട്ട് ഇങ്ങനെ കുണച്ചു വയ്ക്കാനായിരുന്നെങ്കിൽ മാരി സെൽവരാജ് അണ്ണ എന്തിന് നമ്മളെ കൊണ്ട് ഈ കഥാപാത്രങ്ങൾക്ക് ഇങ്ങനെ ഇഷ്ടം തോന്നിപ്പിച്ചു എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. ഇത് ഭയങ്കര ക്രൂരതയാണ് കേട്ടോ. ഇത് ഇങ്ങനെയൊന്നും ചെയ്യരുത്, ഒരു മനുഷ്യരടുത്ത് ഇങ്ങനെയൊന്നും ചെയ്യരുത്. നമ്മൾ അത്രയും രസമായിട്ട് അത്രയും സന്തോഷത്തോടെ കണ്ടുകൊണ്ടിരുന്ന് ഒരു സൈഡിൽ ഈ പട്ടിണിയും ദാരിദ്ര്യമൊക്കെ ഉണ്ട്, അതിൻ്റെ ഫീലും കിട്ടുന്നുണ്ട്. പക്ഷെ എന്നിരുന്നാലും കൂടുതൽ നമുക്ക് ഭയങ്കര ഒരു പ്ലസൻ്റ് ആയിട്ടാണ് ഈ സിനിമ കണ്ടുകൊണ്ടിരുന്ന് നടത്തിയെന്ന്. ഇങ്ങനെ എന്തിനാണ് നിങ്ങൾക്ക് ചെയ്യാൻ തോന്നുന്നത് ഇങ്ങനെയൊക്കെ? എനിക്ക് പിന്നെ ഈ പടം കണ്ടു കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് ആ ക്ലൈമാക്സ് അങ്ങനെ കാണിക്കാൻ വേണ്ടിയിട്ട് സിനിമ എടുത്ത് വെച്ചെങ്കിൽ പോലെയാണ് ആദ്യത്തത്. പക്ഷേ പിന്നീട് ആലോചിച്ചപ്പം ഓരോ സീനുകളും ബാക്കിലോട്ട് പോയി ഓരോന്നും ആലോചിച്ച് ആ ഉറക്കം അങ്ങ് പോയി കിട്ടി. മൊത്തത്തിൽ ഒരു ടോർച്ചറായിരുന്നു ഇത്. അത് എടുത്ത് വച്ചിക്കണത് ഓരോ സീനുകളും അവസാനം ഓരോ ഫ്രെയിമും കട്ട് ചെയ്ത് വച്ചിരിക്കണത്. അവിടെ ഒരു അപ്പൂപ്പ ഇടയ്ക്ക് റേഷൻ കട എന്ന് വിളിച്ചുകൊണ്ടിരുന്നത്. അത് മാത്രമാണ് എനിക്ക് ഇത്തിരി ഒരു ആർട്ടിഫിഷ്യലായിട്ട് തോന്നിയത്. ബാക്കി എല്ലാം ചോറും ഓരോന്നും സിംബോളിക്കായിട്ട് വരുന്ന സാധനങ്ങളും ഓരോ മെറ്റീരിയൽസിനും അത്രയേറെ കാര്യങ്ങൾ ആ സിനിമയിൽ പറയാനുണ്ട്. ഈവൻ ഒരു അട്ടയ്ക്ക് വരെ കഥ പറയാനുള്ള പോലെ തോന്നിപ്പോകും. അച്ഛനും ഈ ചോറുമായിട്ട് ബന്ധപ്പെട്ട ഒരു സാധനം ഉണ്ട്, അത് എങ്ങനെയാണ് ഇയാൾ ഇങ്ങനെയൊക്കെ ചിന്തിച്ചെടുത്ത് എഴുതി വയ്ക്കണമെന്നുള്ളത്. ഇത് റിയൽ ഇൻസിഡൻ്റ് ആണെന്നും പറയാനുണ്ട് കേട്ടോ. ഞാനൊന്നും പറയലടേ, നിങ്ങൾ ഇത് ഒരു ഓഫ് ബീറ്റ് പടമാണെന്നോ OTT വന്നിരുന്ന് കാണണമെന്നൊന്നും വിചാരിച്ചിരിക്കരുത്. ഇത് തിയേറ്ററിൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന സാധനമാണ്, തിയേറ്റർ എക്സ്പീരിയൻസ് ചെയ്യേണ്ട സാധനമാണ് വാഴ എന്ന് പറയണത്. അത്രയൊക്കെ തന്നെടേ, ഞാൻ കൂടുതലൊന്നും പറയില്ല. പറഞ്ഞു സ്പോയിലറായി പോകും. നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്, പക്ഷേ ഞാൻ പറയില്ല. എന്തരാ വരട്ടെ.